സോ ഐ ഗോട്ട് മൈ ഫസ്റ്റ് സാലറി. അപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ? എനിക്ക് ലൈക്ക് 1-2 സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട്, നോക്കാം. പക്ഷേ ഇപ്പം തന്നെ ടൈം കുറച്ചായിട്ടുണ്ട്. ഹലോ എവ്രി വൺ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രാമിൽ കയറിയിട്ട് ജൂലിയസ് പ്രൊമനാഡെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. അവിടുന്ന് ഞാൻ ആൽഡി എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഗ്രോസറീസ് വാങ്ങാമെന്ന് വിചാരിച്ചത്. സോ ഞാൻ ട്രാമിൽ ഇരുന്ന് കുറേ ആലോചിച്ചു. സോ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് വൂൾവർത്തിൽ പോവാം, അതിന് ശേഷം യൂറോ ഷോപ്പിൽ പോവാം, പിന്നെ ലാസ്റ്റ് നമുക്ക് ആൽഡിയിൽ പോകാം. കാരണം ആൽഡിയിൽ പോയിട്ടല്ലേ ഗ്രോസറീസ് വാങ്ങിക്കണ്ടേ. സോ വൂൾവർത്തിൽ ചുമ്മാ കയറി നോക്കാം. എനിക്ക് എപ്പോഴും വൂൾവർത്തിൽ കയറാൻ ഭയങ്കര ഇഷ്ടം. സോ ഇന്ന് ഒന്ന് കയറിയേക്കാം. വൂൾവർത്തിൽ കയറുമ്പം തന്നെ കണ്ണിന് ആകർഷകമായ കുറേ കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഈ ക്രിസ്മസിൻ്റെ ഡെക്കോർ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോഴും ഇത് വാങ്ങിയാലോ എന്നൊക്കെ വിചാരിക്കും. പൈസ കളയണ്ടെന്ന് വെച്ച് ഞാൻ വാങ്ങിക്കില്ല. എന്ത് രസമാണ് ഇവനെ കാണാനായിട്ട്. ഞാൻ തൊട്ടൊക്കെ നോക്കി. പിന്നെ വൂൾവർത്തിൽ കുറേ പ്ലേറ്റ്സും അതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് പാനൊക്കെ ഉണ്ട്. ചിലതൊക്കെ ഭയങ്കര നല്ല അഫോർഡബിളായിട്ടൊക്കെ കിട്ടുന്നതൊക്കെ ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ശരിക്കും പാൻ കൊണ്ടുപോകുന്നില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കുറച്ച് വിലയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ഇഷ്യൂസൊക്കെ വരുമ്പോൾ പാനൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം ഇവിടെ നമുക്കെല്ലാം കിട്ടും. മെയിനായിട്ടും കൊണ്ടുപോകേണ്ടത് മസാലപ്പൊടിയാണ്. കാരണം ഇവിടെ മുളക് പൊടി കിട്ടും, കുരുമുളക് പൊടി കിട്ടും, പിന്നെ എന്തോ ഒരു പൊടി കിട്ടും. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ പ്ലാനറൊക്കെ, എനിക്ക് അതുപോലത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ മെയിനായിട്ടും വന്നത് ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഏത് വാങ്ങണം, ലൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഒന്നൊരു ധാരണയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ ഞാൻ ആൽഡിയിൽ പോയി. ഞാൻ സാധാരണ ആൽഡിയിൽ പോകാറുണ്ട്, ലിഡിലിൽ പോകാറുണ്ട്. പെന്നിയിൽ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം എനിക്കിപ്പോൾ ആൽഡിയിൽ 1-2 പ്രാവശ്യമൊക്കെ വന്നതുകൊണ്ട് സാധനമൊക്കെ എവിടെ ഇരിക്കാമെന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ട് ലൈക്ക് എന്തൊക്കെ എനിക്ക് വേണ്ട മെയിൻ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. പിന്നെ കുറച്ച് ഞാൻ എക്സ്ട്രാസും എപ്പോഴും എടുക്കാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിച്ച ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ എടുത്തു. ഇതിന്ന് ഓഫറിലുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. എനിക്ക് ഈ ഓഫറൊക്കെ കണ്ടാൽ ശരിക്കും തിരിച്ചറിയാൻ ഇപ്പോഴും പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഒറിജിനൽ വില എനിക്ക് അറിയില്ലല്ലോ. സ്വന്തം പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനൊരു സുഖമുണ്ട്. ലൈക്ക് നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിട്ട് ഓരോ സാധനങ്ങളും എടുക്കത്തുള്ളൂ. ഷോപ്പിൽ പോകാൻ ടൈമില്ല. അത് നമുക്ക് വേറെ ദിവസം പോകും. ഭയങ്കര അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. 34 യൂറോയ്ക്കാണ് ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തത്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായി, കുറേ സാധനങ്ങൾ വാങ്ങി. മിഠായി കുറേ വാങ്ങി. എനിക്ക് കുറേ ആഗ്രഹമുള്ള കുറേ മിഠായി കഴിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. അതുകൊണ്ടാണ് അത്രയും പൈസ ആയത്. ഇനി നമ്മൾ പോവുകയാണ്. ഇതെല്ലാം കൂടെ പഠിച്ചുകൊണ്ട് 2 കവർ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു കവറിൽ പിടിക്കുന്നതിനേക്കാളും സൗകര്യം 2 കവറിൽ പിടിക്കാനായിട്ടാണ്. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻ്റ് എത്തി. അയ്യോ, ഈ ഗ്രോസറി ഷോപ്പിങ്ങില്ലേ ആദ്യത്തെ ആഴ്ചയൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയാകുമ്പോൾ മടുപ്പാണ്. പിന്നെ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ളത് വാങ്ങിയാൽ രസമുണ്ട്. ഡോറൊക്കെ തുറക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പാട്. പിന്നെ ഞാൻ വീട്ടിലെത്തി. എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇത് ഞാൻ പുതിയതായിട്ടൊരു സാധനം കണ്ടത്, എന്തോ ഇന്ത്യൻ സ്റ്റൈൽ എന്തോ ബട്ടർ ചിക്കൻ. ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ മറ്റേ മിൽക്കയുടെ ക്രിസ്മസ് അപ്പൂപ്പനില്ലേ, അതെന്ത് നോക്കിയിട്ടേ, മിൽക്കയുടെ ക്രിസ്മസ് അപ്പൂപ്പനെ വാങ്ങി. ഈ അപ്പൂപ്പനെ ഞാൻ വന്നപ്പോൾ തൊട്ട് നോക്കി വെച്ചേക്കുമായിരുന്നു. എന്തായാലും വാങ്ങി, കൊള്ളാം. അങ്ങനെ ഈ ആഴ്ചത്തേക്കുള്ള ഗ്രോസറി ഷോപ്പിംഗ് ഇസ് ഡൺ. ബൈ ബൈ.